മലയാളി താരം സഞ്ജു സാംസന്റെ ബാറ്റിംഗ് പരാജയത്തിന് കാരണം ഇന്ത്യൻ ഓപ്പണറായ അഭിഷേക് ശർമ്മയാണെന്ന് പറയാണ് ഇന്ത്യൻ മുൻ ക്രിക്കറ്റ് താരങ്ങൾ. ഇന്ത്യൻ T20 ലോകകപ്പിന്റെ സ്ക്വാഡിന്റെ ഭാഗമായതിനു ശേഷം മലയാളി പ്രിയതാരം സഞ്ജു സാംസണിൽ കണ്ടകശരിയാണെന്ന് വേണമെങ്കിൽ പറയട്ടോ. ലോകകപ്പിന് തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് ന്യൂസിലാൻഡുമായിട്ട് T20 പരമ്പര കളിക്കവേ അദ്ദേഹത്തിന് തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ്. ഇതിനകം കളിച്ച 3 ഇന്നിങ്സിലും സഞ്ജു പക്ക ഫ്ലോപ്പായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കളിയിൽ 10, ഒരു കളിയിൽ 6, ഒരു കളിയിൽ 0 എന്നിങ്ങനെയാണ് താരത്തിൻ്റെ സ്കോറുകൾ. ഇതോടെ ലോകകപ്പ് പ്ലേയിങ് 11 അദ്ദേഹത്തിൻ്റെ സ്ഥാനവും സംശയത്തിലാണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് സഞ്ജു ബാറ്റിങ്ങിൽ ഇത്തരത്തിൽ പതർന്നത് എന്നുള്ളത് ഇപ്പോഴും ആർക്കും ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. ഓപ്പണിംഗ് പങ്കാളിയും ലോക 1-ാം നമ്പർ താരമായ അഭിഷേക് ശർമ്മയും ഇതിലൊരു പങ്കുണ്ടോ എന്ന് വേണമെങ്കിൽ പറയാട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി T20 സഞ്ജു സാംസന്റെ കൂടെയും അതേപോലെ തന്നെ ശുഭ്മാൻ ഗില്ലിൻ്റെ കൂടെയും അഭിഷേക് ശർമ്മ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 പേരോടും 2 രീതിയിലാണ് കേട്ടോ അഭിഷേക് ശർമ്മയുടെ സമീപനങ്ങൾ. ഗില്ലിൻ്റെ കൂടെയാണ് അഭിഷേക് ശർമ്മ ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ എന്നും ഫസ്റ്റ് ബോൾ സ്ട്രൈക്ക് ചെയ്യുക അഭിഷേക് ശർമ്മയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം UAE വേദിയായിട്ടുള്ള ഏഷ്യ കപ്പ് മുതൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള T20 പരമ്പരയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ ആ കാര്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. രണ്ടാമതായിട്ട് ഗില്ല് എത്താറുള്ളൂ. രണ്ടാമതായിട്ട് ഗില്ല് വരുമ്പോൾ ഉള്ള ഒരു ഉപകാരം എന്തെന്ന് പറഞ്ഞു പറഞ്ഞാൽ അഭിഷേക് ശർമ്മ അത്യാവശ്യം നല്ല രീതിയിൽ ഫസ്റ്റ് ഓവർ കളിച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് ബോൾ കളിച്ചിട്ടായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുക. അദ്ദേഹത്തിന് കൊടുക്കുന്ന സമയത്ത് കൂളായിട്ട് അദ്ദേഹത്തിന് കളിക്കാനും സമ്മർദ്ദമില്ലാതെ കളിക്കാനൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് പറ്റും. നേരെ തിരിച്ച് സഞ്ജു ആണ് കൂടെ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന പരിപാടി അദ്ദേഹം ചൂസ് ചെയ്യാറില്ല. അദ്ദേഹം എപ്പോഴും നോൺ സ്ട്രൈക്കിലാണ് നിൽക്കാറുള്ളത്. അത് മാത്രമല്ല സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രഷർ മാനേജ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതായിട്ടും തോന്നുന്നുണ്ട്. അതും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫ്ലോപ്പിന് മെയിൻ കാരണമായിട്ടുണ്ടെന്നും തോന്നുന്നുണ്ട്. സഞ്ജുവിനെയും ഗില്ലിനെയും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ 2 പേരും വലങ്കയ്യം ബാറ്റർമാരാണ്. അഭിഷേകിനെ പോലെ ഇന്നിങ്സിലെ ആദ്യ ബോളിൽ തന്നെ 6ഓ 4ഓ അടിച്ചുകൊണ്ട് തുടങ്ങുന്ന ആളല്ല സഞ്ജു. അല്പം പതിഞ്ഞ താളത്തിൽ തുടങ്ങിയിട്ട് അതിനുശേഷം അഗ്രസീവ് ആകുന്നതാണ് സ്ഥിരം ശൈലി. അപ്പോൾ ആ ഒരു ശൈലി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ തുടക്കത്തിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരു നെഗറ്റീവായി മാറിയിട്ടുണ്ടോ എന്നും ഒരു സൂചനയുണ്ട് കേട്ടോ. അതിനാൽ തന്നെ തുടക്കം സ്ട്രൈക്ക് അഭിഷേക് ശർമ്മ എടുക്കുകയും അതിന് ശേഷം 1-2 4 അടിച്ചതിന് ശേഷം അത് സഞ്ജുവിന് കിട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിന് നല്ല രീതിയിലൊരു തുടക്കം കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്തുകൊണ്ട് കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീർ ഇങ്ങനെയുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉപദേശങ്ങളോ കൊടുക്കുന്നില്ല എന്നുള്ളതൊക്കെ ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും വരും കളികളിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ സഞ്ജുവിന് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു കളി ഇനി 2 മത്സരങ്ങളിൽ കളിക്കാനായിട്ട് പറ്റട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം.